السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. وقال الرسول محمد صلى الله عليه وسلم: الدين النصيحة. يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിൻ്റെ ഈ സുന്ദരമായ പകലിൽ, പരിശുദ്ധമായ ഈ റമദാനിൽ ഒരു ഇൽമിൻ്റെ മജ്‌ലിസിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ബന്ധങ്ങൾ എന്നുള്ളതാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി, അള്ളാഹു പ്രതിനിധികളാക്കി നിശ്ചയിച്ച ഒരു വിഭാഗം ആളുകളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിലെ സാമൂഹിക ജീവിയാണ്. സമൂഹവുമായി ഇടപഴകി എപ്പോഴും സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് പല ബന്ധങ്ങളും ഉണ്ടാകും. ബന്ധങ്ങളില്ലാതെ ജീവിക്കാൻ ഒരു പക്ഷേ ഇന്ന് മനുഷ്യന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എപ്പോഴും ബന്ധം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ബന്ധങ്ങളൊക്കെ കുറഞ്ഞ് ബന്ധങ്ങൾക്ക് പകരം അബദ്ധങ്ങൾ വന്നു പോകുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങളൊക്കെ പാടെ തകർന്നുപോയി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരുപാട് ബന്ധങ്ങൾ, ഇലാഹിയായ ബന്ധങ്ങളുണ്ടാകണം. അവൻ്റെ മാതാപിതാക്കന്മാരുമായി, ഉസ്താദുമാരുമായി, അയൽവാസികളുമായി, കൂട്ടുകാരുമായി, അവൻ്റെ ജീവിത പങ്കാളിയുമായി, അവൻ്റെ മക്കളുമായി, അവൻ്റെ ശിഷ്യന്മാരുമായി, ഇങ്ങനെ പല നിലക്കുള്ള ബന്ധങ്ങളുണ്ടാകും. പക്ഷേ ആ ബന്ധങ്ങളെല്ലാം ഇന്ന് വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയും അവയിലൊക്കെ ഒരുപാട് വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്കപ്പുറം അതൊക്കെ മൊബൈലുകളിലും വാട്സപ്പുകളിലും മാത്രം ഒതുങ്ങിപ്പോയോ എന്ന് നാം ഓരോരുത്തരും സംശയിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട്? നാം തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, നാം നമ്മുടെ ഒരു സുഹൃത്തുമായി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനുമായി, നമ്മുടെ അയൽവാസിയുമായി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുമായി, ആരുമായിക്കോട്ടെ, അവരോടെല്ലാം ചിലപ്പോഴൊക്കെ ബന്ധപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെടാൻ നമുക്ക് വല്ലാത്ത താല്പര്യവും ആവേശവും, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലും, വോയിസ് അയക്കലും, ഫോട്ടോ അയക്കലും, അതിന് കമൻ്റ് അയക്കലും, ഇമോജികൾ അയക്കലും, സ്റ്റിക്കറുകൾ അയക്കലും ഒക്കെ നമുക്ക് നിരന്തരമായി പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നു. വോയിസിലൂടെ നമ്മൾ സംസാരിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. പക്ഷേ ഒന്ന് നേരിട്ട് കോൾ ചെയ്യാനോ, അല്ലെങ്കിൽ അവനൊന്ന് പോയി കാണാനോ, അവനോടൊന്ന് പോയി നേരിട്ട് സംസാരിക്കാനോ പലപ്പോഴും നാമൊക്കെ പലരുമായും മടി കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിടയിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അവനൊരുപാട് ബന്ധങ്ങൾ ആവശ്യമാണ്. അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ബന്ധമെന്നുള്ളത് അള്ളാഹുവിനോടുള്ള ബന്ധം തന്നെയാണ്. അള്ളാഹുവിനോടാണ് ഒരു മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധമുണ്ടാകേണ്ടത്. ഇലാഹായ റബ്ബിനോടുള്ള ബന്ധമാണ്. ആ റബ്ബിനോടുള്ള ബന്ധം എങ്ങനെ നമുക്ക് പുതുക്കാൻ കഴിയും?
അള്ളാഹുവിനോടുള്ള ബന്ധം എന്നുള്ളത് അത് എല്ലാ ഇബാദത്തും അള്ളാഹുവിനുമായി നമ്മളെ ബന്ധപ്പെടുത്തലാണ്. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യുന്നു അതെല്ലാം നാം അള്ളാഹുവുമായി ബന്ധപ്പെടലാണ്. നമ്മുടെ നിസ്കാരമാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, നമ്മുടെ ഈത്തിക്കാഫാകട്ടെ, നമ്മുടെ ദിക്റുകളാകട്ടെ, സ്വലാത്തുകളാകട്ടെ, നമ്മുടെ ഖുർആൻ പാരായണമാകട്ടെ, നമ്മുടെ സ്വതക്കുകളാകട്ടെ, നമ്മുടെ സക്കാത്തുകളാകട്ടെ, എല്ലാ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും എല്ലാ അമലും അതെല്ലാം അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ നാം ഓരോരുത്തരും റബ്ബുമായിട്ടുള്ള ആ ബന്ധം അധികരിപ്പിക്കണം. നമുക്കറിയാം, ഒരൊറ്റ ചെറിയ ഉദാഹരണം മാത്രം പറയാം. നിസ്കാരം, അതിന് അറബിയിൽ പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. സ്വലാത്ത്, ഈ സ്വലാത്ത് എന്ന പദമുണ്ടായത് സ്വിലത്ത് എന്ന പദത്തിൽ നിന്നാണ്. സ്വിലത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താ നമുക്കറിയാം. സ്വിലത്തുൽ അർഹാം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. അപ്പോൾ സ്വിലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. ആ ബന്ധം അതാണ് സ്വലാത്ത്. അതിൽ നിന്നാണ് സ്വലാത്ത് ഉണ്ടായത്. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഉടമയാകുന്ന അള്ളാഹുവും അവൻ്റെ അടിമയാകുന്ന മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമാണ്, ഒരു പാലം, ഒരു കണക്ഷൻ. ആ ഒരു കണക്ഷൻ നിലനിൽക്കണോ അവൻ നിസ്കാരമുണ്ടാകണം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ ഏത് അമലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം ഇലാഹായ റബ്ബുമായിട്ടുള്ളൊരു ബന്ധമാണ്, ഒരു കണക്ഷനാണ്. ആ ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇലാഹുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ നാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത് അത് മാതാപിതാക്കളോടുള്ള ബന്ധമാണ്, നമ്മുടെ ഉമ്മയോടുള്ള ഉപ്പയോടുള്ള ബന്ധമാണ്. നമുക്ക് ജന്മം നൽകി നമ്മളെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, രക്ഷിതാക്കളോടുള്ള ബന്ധം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു പറയുന്നു, അബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, മാത്രമല്ല വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ ഒരു കാര്യം കൊണ്ടും അള്ളാഹുവിനോട് പങ്കുചേർക്കരുതേ, മാത്രമല്ല വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണമേ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നു, വസ്വൈനൽ ഇൻസാന, മനുഷ്യകുലത്തോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, ബിവാലിദൈഹി ഹുസ്ന, തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ കൊണ്ട്. ഖുർആൻ വീണ്ടും പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. ആ മാതാപിതാക്കൾ നിൻ്റെ അരികിൽ വാർദ്ധക്യ സഹജമായി നിൻ്റെ അരികിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ, ആ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണേ, സംസാരിക്കണേ, ചെയ്യുന്ന വാക്കുപോലും പറയരുത്. വലാ തൻഹറുഹുമാ, അവരെ വെറുപ്പിക്കരുതേ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിൻ്റെ കാരുണ്യത്താലുള്ള നിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യണേ. രക്ഷിതാവേ, ചെറുപ്പത്തിൽ എന്നോട് കരുണ ചെയ്ത പോലെ നീ അവർക്കും കരുണ ചെയ്യണേ അല്ലാ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ മാതാപിതാക്കളോടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന രീതിയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം തീരുമാനമെടുക്കുക, മാതാപിതാക്കളോട് യാതൊന്നും അന്വേഷിക്കാതിരിക്കുക, അവരെ ഒരു കാര്യത്തിലും അവരോട് കൂടിയാലോചനകൾ നടത്താതിരിക്കുക, അവരെ ബുദ്ധിമുട്ടാക്കുക, ഇടങ്ങേറാക്കുക, വേദനിപ്പിക്കുക, വാക്കുകൊണ്ട് നോട്ടം കൊണ്ടൊക്കെ അവരെ ബുദ്ധിമുട്ടാക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം കാലഘട്ടത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുകയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വുലിദൽ അമതു റബ്ബതഹാ, മാതാവ് തൻ്റെ യജമാനനെ പ്രസവിക്കുക. മാതാവ് യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടി തൻ്റെ മാതാവിനോട്, ഒരു മകൻ തൻ്റെ മാതാവിനോട് യജമാനൻ പെരുമാറും പോലെ പെരുമാറുക,
അടിമകളോട് പണിയെടുപ്പിക്കും പോലെ ഉമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മക്കളോട് മാതാപിതാക്കളും നല്ല രീതിയിൽ ബന്ധം പുലർത്തണേ. ഞാൻ മാതാവാണല്ലെങ്കിൽ ഞാൻ പിതാവാണെന്ന് കരുതി എന്തും മക്കളുടെ മേൽ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുതേ. ആ മക്കളോട് നല്ല രീതിയിൽ ബന്ധം പുലർത്തണം. അവർക്ക് ചുംബനങ്ങൾ കൊടുക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം. ഇത് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ ഇസ്ലാം. ഈ രീതിയിൽ മക്കളോടുള്ള ബന്ധങ്ങളും നമ്മൾ സ്ഥാപിക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അയൽവാസികളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അയൽവാസികളോടും നല്ല രീതിയിൽ ബന്ധങ്ങൾ പുലർത്തണം. മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് അത് അയൽവാസികളോട് നാം എത്രത്തോളം ബന്ധം പുലർത്തണമെന്നതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് അയൽവാസികളെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞ് ഹത്താ ളനന്തു അന്നഹു വരിസുഹു പറഞ്ഞ് അവസാനം അയൽവാസികൾക്ക് എൻ്റെ സ്വത്തിൽ നിന്ന്, നമ്മുടെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം അനന്തരമായി കൊടുക്കേണ്ടി വരുമോ, അത്രത്തോളം ബന്ധമുണ്ടോ എന്ന് പോലും ഞാൻ ഭാവിച്ചുപോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്രത്തോളം ബന്ധം അയൽവാസികളോട് നമ്മൾ കാണിക്കണമെന്ന് ഈ ഒരൊറ്റ ഹദീസിലൂടെ നമ്മളെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തണം. അവരുടെ മക്കളോടൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും അവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. നമ്മളെ മക്കളെ പരിഗണിക്കുമ്പോൾ അയൽവാസികളുടെ മക്കളെ, പാവപ്പെട്ട മക്കളെ, അവർ മറ്റുള്ള മതസ്ഥരാണെങ്കിൽ പോലും അവരോടൊക്കെ നല്ല രീതിയിൽ ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം ബന്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ കേൾക്കലും പറച്ചിലൊക്കെ അള്ളാഹു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഭക്ഷണം നൽകിയവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴത്തെ ഈ COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലത്തിലും ഒക്കെ നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബക്കാരൊക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ കാര്യത്തിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.